ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മിൽക്ക് കേക്ക് ഒന്ന് റെഡിയാക്കി എടുത്താലോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നമ്മുടെ ഈ ഒരു ട്രെൻഡിങ് മിൽക്ക് കേക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് സ്പോഞ്ച് കേക്ക് റെഡിയാക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1.25 കപ്പ് മൈദ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം ഒരു 2-3 തവണ അരിച്ച് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡർ മാത്രം മതി, ബേക്കിംഗ് സോഡ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി മുട്ട മാത്രം നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഇതിൻ്റെ ഒരു സ്പോഞ്ച് റെഡിയാക്കാൻ വേണ്ടിയിട്ട് എഗ് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കേക്ക് സ്പോഞ്ച് റെഡിയാക്കി എടുക്കാമെന്നായിരുന്നു. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ രീതിയിൽ റെഡിയാക്കി എടുത്താൽ തന്നെ നല്ല കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട തന്നെ ഇത്രയും പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള 1.25 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ആ യെല്ലോ കളറൊക്കെ മാറി ഇതുപോലെ നല്ല വൈറ്റ് കളറായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.25 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആ മുട്ടയുടെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാവേ. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടി മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് നല്ല ചൂടുള്ള പാലാണ്. ആവി പറക്കുന്ന കാണാമല്ലോ. അപ്പം ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല, കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് ലോ സ്പീഡിലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് റെഡിയാക്കി എടുക്കുന്നത് ഇതുപോലെ 1/2 കപ്പ് നല്ല ചൂടുള്ള പാല് ചേർത്തിട്ടാണ് കേട്ടോ. ബാറ്റർ താഴ്ന്നു പോകുമൊന്നുമില്ല. അപ്പോൾ പാലും ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി ഇനി നമുക്ക് അരിച്ച് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മുഴുവനും ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് കേക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് ഒരു 2 ഡ്രോപ്സൊക്കെ ബട്ടർ എസൻസും ഒരു 2 ഡ്രോപ്സ് മിൽക്ക് എസൻസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഈ സ്പോഞ്ചിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മുഴുവനും ഇവിടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പാലൊഴിച്ച് ബീറ്റ് ചെയ്ത് എടുത്തത് കൊണ്ട് ബാറ്റർ ഒന്നും താഴ്ന്നൊന്നും പോയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ കേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 35 മിനിറ്റാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓരോരുത്തരുടെ ഓവൻ്റെ ടെമ്പറേച്ചറിനൊക്കെ അനുസരിച്ച് ബേക്കിങ്ങിൻ്റെ സമയം മാറ്റം വരും. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല ഹൈറ്റോട് കൂടിയിട്ടുള്ള സ്പോഞ്ച് കേക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്ര ഹൈറ്റൊന്നും വേണ്ട, നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അടുത്തതായിട്ട് നമ്മുടെ കേക്കിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മുടെ കേക്ക് വെയിറ്റ് ചെയ്ത് കൊടുക്കാനുള്ള മിൽക്ക് സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പോൾ ജഗ്ഗിലേക്ക് ഞാൻ ആദ്യം 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കുവാണ്. ഇതിലേക്ക് ശരിക്കും വേണ്ടത് ഇവാപൊറേറ്റഡ് മിൽക്കാണ് കേട്ടോ. അത് കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടും ഞാൻ പേസ്ട്രൈസ്ഡ് മിൽക്ക് 500 ml പാക്കറ്റ് എടുത്തു. അതിലേക്ക് 6-7 ഏലക്ക നന്നായിട്ട് ചതച്ച് ഇട്ടു. അതിന് ശേഷം ആ പാല് വറ്റി 1 കപ്പായിട്ട് വരണം. ശരിക്കും 500 ml എന്ന് പറയുന്നത് 2 കപ്പാണല്ലോ. അപ്പോൾ ആ 2 കപ്പ് പാല് ഏലക്കയും കൂടി ഇട്ട് തിളപ്പിച്ച് വറ്റി 1 കപ്പായിട്ട് വരണം. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ആ പാലൊക്കെ കുറുകി ചെറിയൊരു തിക്കായിട്ട് വരും. ആ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കുക. ആ കൂടെ തന്നെ നമുക്ക് 1/2 കപ്പ് നല്ല സ്വീറ്റ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. റിച്ചിൻ്റെയൊക്കെ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാമിൻ്റെ നമ്മുടെ ചെറിയ ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് കിട്ടുമല്ലോ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് കറക്റ്റ് 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും കൂടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം. അപ്പം ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് മധുരമൊക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഞാനൊരു 3/4 കപ്പ് വിപ്പിംഗ് ക്രീമും ഒരു 2-3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടിന്നിലാണ് കേട്ടോ ഞാനിവിടെ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സെയിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ടിന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഈ ഒരു ടിന്നിന് വില വരുന്നത് 35 രൂപയാണ്. നല്ല രസമാണ് ഈ ഒരു ടിന്ന് കാണാനായിട്ട്. നമുക്ക് തൂക്കിയൊക്കെ പിടിക്കാം. ഇതിൻ്റെ അളവ് വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. 10 ഇഞ്ച് ടിന്നാണിത്.
ഇനി ഞാൻ ആ ഒരു ടിന്നിലേക്ക് നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു മിൽക്കിൻ്റെ സിറപ്പ് വെച്ചിട്ട് കേക്കിനെ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കേക്കിൽ ഹോളിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോയിൽ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഭാഗത്ത് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക, അതൊന്ന് താഴ്ന്നു പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് നന്നായിട്ട് തന്നെ നമ്മുടെ കേക്കിനെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മിൽക്ക് സിറപ്പ് 1/4 ഭാഗത്തോളം ഒഴിച്ചിട്ട് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ പാത്രത്തിൻ്റെ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ടിന്നിൻ്റെ മുകൾ ഭാഗം ലെവൽ ചെയ്ത് നിൽക്കുന്ന പോലെ തന്നെ വിപ്പിംഗ് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ സൈഡിലായതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം കേക്കിന് മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോബെറി വേണം, അതുപോലെ ബ്ലൂബെറിയാണ് വേണ്ടത്. ബ്ലൂബെറി കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ ബ്ലാക്ക് ഗ്രേപ്സ് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോ പീസിനും മുകളിലായിട്ട് നമുക്ക് സ്ട്രോബെറി ആദ്യം വെച്ച് കൊടുക്കാം. അതിനുശേഷം ഓരോ പീസിൻ്റെയും ഇങ്ങനെ അറ്റത്തായിട്ട് നമുക്ക് ബ്ലൂബെറി ഉണ്ടെങ്കിൽ ബ്ലൂബെറി വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ബ്ലാക്ക് ഗ്രേപ്സ് കട്ട് ചെയ്തിട്ട് അത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെ ഈ കേക്ക് ട്രൈ ചെയ്യാത്തവരും കഴിക്കാത്തവരൊക്കെ ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്കൊക്കെ ഇതേ നല്ല ജ്യൂസി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ടും നമുക്ക് ആ ഒരു നമ്മുടെ മിൽക്ക് സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിന് നല്ല റേറ്റാണ് കേട്ടോ, 1500 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഇത് 1 കിലോ അല്ല, 1 കിലോ മിച്ചം വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ഒരു കേക്ക് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ശരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. താങ്ക് യു.